മലയാളികളുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷ് പാട്ട് ഏതാണ്? പെട്ടെന്ന് പറയാൻ പ്രയാസമായിരിക്കും അല്ലേ? മികച്ചതേതെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്തവണ്ണം മനോഹരമായ എത്രയോ ഗാനങ്ങളാണ് ആ മനുഷ്യൻ നൽകിയത്. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ പാട്ട്. ആഹാ, അന്തസ്സെന്ന് പറയാത്തവർ വിരളമായിരിക്കും. മലയാളികളുടെ ഗൃഹാതുരത്വത്തിൽ ജോൺസൺ മാഷ് അവശേഷിപ്പിച്ച സംഗീതമുത്തുകൾ തിളങ്ങുന്നുണ്ട്. കാലങ്ങൾ കഴിയുന്തോറും അതിന്റെ തിളക്കം കൂടുമെന്നല്ലാതെ കുറയുന്നില്ല. മലയാളികളുടെ 80കളും 90കളും സംഗീത സാന്ദ്രമാക്കിയ മജീഷ്യൻ, മലയാള സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിന് പുതിയ മാനം നൽകിയ സംഗീതജ്ഞൻ. മണിച്ചിത്രത്താഴിലെ പാട്ടുകൾക്ക് മാത്രമല്ല, പശ്ചാത്തല സംഗീതത്തിനും പ്രാധാന്യമുണ്ട്. നാഗവല്ലിയുടെ തെക്കിനിൽ നിന്നുയരുന്ന സംഗീതം മറക്കുന്നത് എങ്ങനെയാണ്? തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയത്തെ ജോൺസൺ മാഷിന്റെ സംഗീതമില്ലാതെ സങ്കല്പിക്കാനാവുമോ? തൂവാനത്തുമ്പികളിലെ ആ ഐക്കോണിക് പശ്ചാത്തല സംഗീതം മറക്കുന്നത് എങ്ങനെ? ക്ലാരയെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ആ മ്യൂസിക് ഇല്ലേ, ഇതാ ഇപ്പോൾ പോലും നിങ്ങളത് കേൾക്കുന്നുണ്ടാകും. അതാണ് ജോൺസൺ മാസ്റ്ററുടെ ബ്രില്യൻസ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ സോളമന്റെയും സോഫിയയുടെയും പ്രണയത്തിനും അയാൾ അകമ്പടിയേകി. മലയാളികളുടെ ഉള്ളുലയ്ക്കാനും ആ സംഗീതത്തിനായി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയ ആ സംഗീതം മന്ദാരച്ചെപ്പു തേടി. മധുരം ജീവാമൃത ബിന്ദുവെന്ന് പാടി പലപ്പോഴും നമ്മളും തേങ്ങി. ദശരഥം, ചെങ്കോൽ, സതയം എന്നീ സിനിമകളിൽ പശ്ചാത്തല സംഗീതത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. വന്ദനത്തിലെയും താളവട്ടത്തിലെയും ചിത്രത്തിലെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെ കാതുകളിൽ ഇതാ ഇപ്പോഴുമുണ്ട്. നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് നേരിട്ട് എൻട്രി കിട്ടിയ എത്രയോ പാട്ടുകളുടെ സൃഷ്ടാവാണ് അദ്ദേഹം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, വടക്ക് നോക്കിയ യന്ത്രം, ഞാൻ ഗന്ധർവൻ, കിരീടം, ചമയം. എങ്ങനെ മറക്കും ഈ സിനിമകളുടെ സംഗീതം? ആകാശമാകെ അദ്ദേഹം ഈണത്തിന്റെ അഴക് വിടർത്തി. പൊന്നിൽ കുളിച്ചു നിന്ന സംഗീതത്തിന്റെ ചക്രവർത്തി സ്വർണ്ണമുകിലായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകത്തെ മലയാളിക്ക് നൽകി. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ ഒരു നാൾ ശുഭരാത്രി നേർന്ന ജോൺസൺ മാഷ് നടന്നകന്നു. എത്രയോ സംഗീതം ബാക്കിയാക്കി. സംഗീതത്തിലെ ആ ജോൺസൺ ടച്ച് അങ്ങനെ തന്നെയുണ്ടാകും.